എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഒരു അഗ്രഭാഗത്ത് തമിഴ്നാടിനോട് ചേർന്ന് സന്യാസിയോട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരാളെ കാണാൻ വന്ന 73 വയസ്സുള്ള വൃദ്ധയായ ഒരു വിധവ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ 24 ടി വിയിലേക്ക് അല്ലെങ്കിൽ 24 കണക്റ്റിലേക്ക് അയച്ച പരാതി പ്രകാരം അവർക്ക് ഏതെങ്കിലും ഒരു അനാഥ മന്ദിരം അല്ലെങ്കിൽ ഒരു വൃദ്ധമന്ദിരം ആണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള അക്രമ പ്രവർത്തനം അവർക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നവർ പറയുന്നു. അവർ ചെയ്തിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ നമ്മളോട് സംസാരിച്ചതായിട്ട് മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നത് അവർ നീതിക്ക് വേണ്ടി ഇല്ലെങ്കിൽ ന്യായത്തിന് വേണ്ടി ഒരു പാർട്ടിയോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുള്ള തെറ്റ്. അപ്പോൾ എതിർ പാർട്ടിക്കാരായിട്ട് പറയുന്ന ആളുകൾ അതാരോ നമുക്കറിയത്തില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. അപ്പോൾ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ പല വിധത്തിൽ അവർക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു, ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ആ പുള്ളിക്കാരത്തിയോട്, ആ ലക്ഷ്മി എന്നാണ് പുള്ളിക്കാരത്തിയുടെ വീട്, ഈ ലക്ഷ്മി അമ്മയിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഈ 24 ഒരു പരാതി അയച്ചില്ലായിരുന്നു വൃദ്ധസ്ഥാനത്തിലേക്ക് പോകണമെന്ന്. അതെന്താ അതിനുള്ള കാരണം? എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. എന്നെ രാത്രിയിൽ എനിക്ക് എന്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്റെ വീടിന് വന്ന് ഇടിക്കുക, എന്റെ വീട്ടിൽ കൊടുന്ന ആൾക്കാരെ കിടത്തുക, എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അകത്തിയാണ് ഇപ്പൊ ഇവരുടെ പെരുമാറ്റങ്ങളെല്ലാം. അത് ഏത് പാർട്ടിക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്? ഇടതുപക്ഷക്കാര്. അതെന്താ അങ്ങനെ അവർക്ക് തോന്നാനുള്ള? അവരെന്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറയട്ടെ, ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചതാണ്. എനിക്ക് തീവ്രവാദി കുടുംബത്തോട് എനിക്ക് ആഗ്രഹമില്ല. തീവ്രവാദികളെ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ വോട്ട് ചോദിക്കാമെന്ന് ഞാൻ വോട്ട് ചോദിക്കാൻ ചെന്നിടത്ത് എനിക്കുണ്ടായ അനുഭവം ഇറങ്ങാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. അത് മുതൽ പിന്നെ എന്നെ ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ കള്ളു കൊടുത്ത് കുടിയനാക്കി കൊണ്ടുവന്ന് പെരക്കകത്ത് ബോധം കെടുത്തി കൊണ്ടുവന്ന് പെരക്കകത്ത് കൊണ്ട് കിടത്തുക, എൻ്റെ ആടിനെ മോട്ടിച്ചുകൊണ്ട് പോവുക, നാട്ടിലുള്ള പട്ടികജാതിക്കാരന്മാരെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കയറ്റി വിടുക, എന്നിട്ട് അപ്പുറത്ത് വന്ന് അയാൾ നിൽക്കുക ഓരോരുത്തരെ കയറ്റി വിട്ടിട്ട്. ഈ സഹജൻ എന്ന് പറയുന്നതിന് അയലോക്കാരനാ. അവന് അതിന്റെ വീട്ടിൽ നിന്ന് ഏണി എടുത്തോണ്ട് പോയതും ആടിനെ അഴിച്ചോണ്ട് പോയതും എല്ലാം അവനാണ്. പരാതി കൊടുത്ത് ഈ ഭൂമിയിൽ ഇനിയും പരാതി കൊടുക്കാൻ ഒരു സ്ഥലവും ഇല്ല. നമുക്ക് കിട്ടുന്ന നമ്മളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുക. പരാതി കൊടുക്കുമ്പോ അതിന്റെ പേരിൽ അന്വേഷണം വരുന്നില്ല. അന്വേഷണം വരുന്ന പോലീസുകാരന്മാര് പരിസരമാണ് അന്വേഷിക്കുന്നത്. പരിസരത്ത് ഇരിക്കുന്നതും വിഷമാണ്, അത് നമ്മൾ അറിയുന്നില്ല. പരിസരത്തിരിക്കുന്നവന്മാര് ഇത് പറയാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്, ഇവരങ്ങനെയാ ഇങ്ങനെയാന്ന്. എന്നെ എനിക്ക് വ്യവഹാരപ്രിയയാണെന്നാണ് പറയുന്നത്. കമ്പമണ്ഡലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അയാള് അവിടുത്തെ CI സുനിൽകുമാർ ഇവിടെ രാത്രി 9 മണിയായപ്പോഴാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ വരുവാ. ഈ വിധവ സ്ത്രീയെ, ഈ 73 വയസ്സുള്ള സ്ത്രീയെ കുറ്റാന്വേഷണത്തിന് വന്നേക്കുന്നതാണ് പോലീസുകാരൻ. അല്ല, അതിന് നമ്മൾ പരാതി കൊടുത്തതിന് നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കാരണം. ഇവന്മാരല്ലേ പറയുന്നത്. പകലെ വന്ന് അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തി കള്ളും ചാരായവും കൊടുത്തിട്ട് പൂസായി അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന. നമ്മൾ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സൂക്ഷിച്ചു വേണം. ഈ കള്ളു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അവരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അന്നേരം ഒരു കാര്യമുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവർ മാന്യമായിട്ട് പെരുമാറാൻ ആദ്യം പഠിക്കണം. അവരുടെ മേലധികാരികളെ അവരെ പഠിപ്പിച്ചു വിടേണ്ട കാര്യമാണ്. 73 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ രാത്രി 9 മണിക്കാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാൻ വരുന്നത്. അതേത് ആടിനെ മോഷ്ടിച്ച കേസ് അല്ല, ഈ കേസാണ്. എൻ്റെ കുടിവെള്ളത്തിൽ വിഷം ഒഴിച്ചതും എൻ്റെ പറമ്പിലുണ്ടായിരുന്ന എല്ലാ ആദായങ്ങളും നശിപ്പിച്ചതും, ഈ വഴിയിലെ കല്ലും കയ്യാലെ പൊളിച്ചതും ആദായം വെട്ടി നശിപ്പിച്ചതിനുമാണ് ഞാൻ പരാതി കൊടുത്തത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നേച്ച് പറയുന്നത് ഈ വഴി കൂടെ ഉള്ള ഓസ് അവർക്ക് ഇട്ട് കൊടുക്കണമെന്ന്. എനിക്ക് വെള്ളം തരാതെ എൻ്റെ ഓസ് വെട്ടി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് അങ്ങേര് വന്നേക്കുന്നത് ഇവിടുന്ന് ഞാൻ ഓസിട്ട് കൊടുക്കണമെന്ന്. ഞാനന്നേരം എൻ്റെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, സാരെന്താന്ന് വെച്ചാൽ ചെയ്താട്ടെന്ന്. പക്ഷെങ്കിൽ ഈ 9 മണിയായപ്പം വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ അറിയുന്ന ഒരു മോനുണ്ടായിരുന്നു, ഇയാളുടെ ഡ്രൈവർ. ആ കുഞ്ഞു കയറി വണ്ടിക്കകത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് അവനിതൊന്നും അറിഞ്ഞില്ല. പോലീസുകാരനാ. ഇപ്പൊ പുള്ളി തിരുവനന്തപുരത്താണ് ജോലി. അന്നേരം ആ മോനാണ് വന്നേച്ച് വിളിക്കുന്നത്, അമ്മേ സാറ് ഒന്ന് ഇറങ്ങി വരാൻ പറയും.
ഇറങ്ങി വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ എനിക്ക് കാല് വയ്യാത്താളാണ്. ഞാൻ എന്നെ ദേഷ്യപ്പെട്ട് വിളിക്കുക, വേഗം ഇറങ്ങി വരാൻ, നീ കാല് വയ്യാത്ത ഞാൻ തട്ടി തയ്ച്ച് അറ്റിച്ചട്ടിയാ ഞാൻ പോകും. അപ്പോഴേ ആ 10-20 പേരുണ്ട് അപ്പോഴവിടെ ഈ റോഡിൽ. അന്നേരം ഞാൻ വിചാരിച്ചടാ ഇതന്നെ ഈ 10-20 ഞാനിവരുടെ ആരുടെയും പേര് കേസ് കൊടുത്തില്ല, ഈ സുലൈമാൻ്റെ പേരിലേ കൊടുത്തുള്ളൂ. ഇത്രയും പേര് വരാനുള്ള കാരണം എന്നാന്ന് ഞാൻ മനസ്സ് വിചാരിച്ചു. ഉടനെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറെന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു പോയിനടാന്നും പറഞ്ഞ് അവന്മാരെ പറഞ്ഞു വിട്ടു. അപ്പം അവൻ്റെ ആ സുലൈമാൻ്റെ പരിക്കത്തോട്ടാണ് ഇവരെല്ലാവരും കൂടി ഈ 10-20 പേരും പോയേക്കുന്നത്. അപ്പോൾ ഇവന്മാരെങ്ങോട്ടാണ് പോയെന്നറിയാൻ വേണ്ടി ഞാൻ ആ റോഡിൻ്റെ നടുക്ക് നിന്നു. അപ്പോൾ ഈ മനുഷ്യൻ വന്നും വെച്ച് എൻ്റെ തോളയിലോട്ട് പിടിച്ചങ്ങ് അമർത്തി തന്നെ. അപ്പോഴത്തേക്ക് എൻ്റെ ഈ തോളങ്ങ് താന്നു. അവിടെ നീ കാല് വയ്യാതെ തത്തി അവിടെ നീ ഇറങ്ങി വന്നേച്ച് ഞാൻ പറഞ്ഞു, ഞാൻ 7 വർഷം ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ 6 വർഷം ഞാൻ ഒറ്റയ്ക്ക് കെട്ടുമുറുക്കി പോയവളാണെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോലീസുകാരനെ വിട്ടിൻ്റെ ഫോട്ടോ എടുപ്പിച്ചോണ്ട് പോയി. നെടുങ്കണ്ടത്തി തഹസീൽദാരുടെ ഓഫീസിലേക്ക് ഞാൻ വ്യവഹാരപ്രിയയാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചു. അതൊക്കെ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. ഇത് ഇയാളും കൊണ്ട് ഈ അഷറഫ് കൊണ്ടുപോയതാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് DGPക്ക് എനിക്ക് SP കട്ടപ്പന ഇരിക്കുന്ന അങ്ങേരെ DYSP നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന്, കമ്പമട്ട് പോലീസ് സ്റ്റേഷന്, വനിതാ പോലീസ്, പിന്നെ ഇവരില്ലേ നമ്മുടെ വനിതാ കമ്മീഷൻ, ഇവർക്കെല്ലാം പരാതി. ഇവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു. എനിക്കതാണ് ഇതല്ലേ പറഞ്ഞു വരുത്തുന്നേ. അല്ല അങ്ങനെയല്ലോ, നമ്മളിപ്പോ ഒരാളെ കുറിച്ച് ഒരുപാട് പേരെങ്ങനെ നമ്മൾ പറഞ്ഞു സത്യമാണെന്നില്ല. അല്ല ഈ ഇങ്ങനെ 4 വശത്തും എന്നെ ഇവിടുന്ന് കടത്താനല്ലേ ഇരിക്കുന്നേ. അല്ല ഈ ഒരാളോട് വോട്ട് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഇവിടെ വോട്ട് ചോദിച്ച് വരരുതെന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണോ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്? അതെ. നമ്മുടെ ബന്ധുക്കളാരോട് ഈ പ്രദേശം എനിക്കൊരു ആങ്ങളെയുണ്ട് അപ്പുറത്ത്. ഇവിടെ എത്ര വർഷമായി താമസിക്കുന്നത്? ഇവിടെ ഇപ്പം സ്ഥിരം താമസം തുടങ്ങിയിട്ട് 41 വർഷം. നിങ്ങൾ റാന്നി മേഖലയിൽ നിന്ന് വന്നാൽ അപ്പൊ മക്കളെ എത്ര പേരാണ് അവിടെ? 2 പേര്. അവരുടെ കല്യാണം കഴിച്ചു. ഒരു മോനും മോളും. ഈ മോന്റെ കൂടെ താമസിക്കാൻ സാധിക്കും? മോന്റെ കൂടെ താമസിക്കാൻ എന്റെ സാഹചര്യമല്ല അവരുടെ ജീവിതം. പിന്നെ എന്താന്ന് ചോദിച്ചാല് നമുക്ക് മോളെ അത് എടുക്കട്ടെ, രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറാൻ പറഞ്ഞ കയറാത്തൊരു മകളാണ് എനിക്ക്. അപ്പം എനിക്ക് അവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു ദിവസമേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഞാൻ പറയല്ല. ഇപ്പം എനിക്കത് ബുദ്ധിമുട്ടാണ്. ചുരുക്കി പിന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ആചാരത്തിന്റെ ലംഘനം ഉണ്ടാകുന്ന വിധത്തിൽ താമസിക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പൊ ഈ വൃദ്ധസ്ഥാനത്തിലേക്കായാലും പോകുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകിട്ടെല്ലാം വിളക്ക് വെക്കണം, ഇല്ല എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ വിളക്കുണ്ട്, എന്റെ വീട്ടിൽ എനിക്ക് വിളക്ക് വെക്കണം. എല്ലാരും എന്നോടൊപ്പം സഹകരിക്കണം. ജാതി ചിന്ത കുറച്ച് കൂടുതൽ നമുക്കുണ്ട്. നമ്മുടെ ജാതി ചിന്തയല്ല, ഈശ്വര ചിന്തയാണ്. ഞാന് വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്റെ മഹാദേവൻ. എൻ്റെ മഹാദേവനോട് ആവശ്യപ്പെട്ട് കിട്ടിയ മകളാണ് എൻ്റെ മകള്. എൻ്റെ ഇന്നത്തെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്, സാറ് കാണും. ഒരു പൈസയും കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ചൊവ്വുള്ളൊരു കുഞ്ഞ്, പറയാനും പലതിനും അല്ലാത്ത ആര് കൊണ്ടുപോയാലും സങ്കടം. അല്ല സാറേ, ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അതാണ് എനിക്ക് തന്ന എൻ്റെ മകള്. നമ്മളെ കൊല്ലാക്കൊല കൊല്ലൂല്ലേ. എന്നെ എന്തല്ലോ എൻ്റെ ഈ ഓസ് വെട്ടിയതിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു നായർക്കെന്നാ എന്ന് ചോദിച്ചിട്ട് ഒരു ഡാഷ് പറഞ്ഞു. ഇവിടെ രാഷ്ട്രീയക്കാരൻ വന്നു വെച്ച് എന്നോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഇവരെ ശത്രുക്കളാക്കിയത് അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയോട് അവര് പരാതിയൊന്നും പറഞ്ഞില്ല? അവരുടെ നേതാക്കന്മാരോടൊന്നും പരാതിയൊന്നും പറഞ്ഞില്ല? ഞാനോ? നമുക്കിവിടെയൊക്കെ ചോട്ട നേതാക്കന്മാരുള്ളത് എന്നറിയാം. അവർക്ക് കാശ് മതി. ആള് വേണമെന്നല്ല അവർക്ക് ആവശ്യം, അവർക്ക് കാശ് മതി. എവിടെ പോയാൽ കാശ് കിട്ടും, അതാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിപ്പം ഇവരോടും താല്പര്യമില്ല. രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു. രക്ഷിക്കില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. സത്യത്തെ അന്വേഷിക്കുന്നില്ല ഇവര് രൂപയാണ്, രൂപയും ആള് വലിപ്പമാണ് നോക്കുന്നത്. എന്റെ അനിയത്തിയുടെ അനിയനാണ് MN ഗോപി. അവനാണ് ഈ കേസിൽ. അപ്പൊ ബന്ധുബലമൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ഈ അയൽവാസികളല്ലേ പാർട്ടിക്കാര് പറയുന്നത് വെച്ച് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഈ സ്ഥലം വല്ലതും തട്ടിയെടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവം വല്ലതും ആണോ? ഇതാണ്ട് അവിടെ ഒരുപാട് വാഴ നിൽപ്പുണ്ടായിരുന്നു. അത് മുഴുവനും ഈ നാണി എന്ന് പറയുന്ന അവരുടെ മകൻ വിഷം ഒഴിക്കുമ്പോൾ ഞാൻ ഇവിടെ മുറ്റത്ത് നിൽക്കുക. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്നറിയോ, അവൻ അവിടെ ഏലത്തിന് വെള്ളം അടിക്കാൻ വന്നപ്പോൾ അവത്തെത്തി വീണതായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുഴുവൻ വാഴയും താഴെ.
അപ്പം നമ്മളെ ഇവിടുന്ന് ഓടിക്കുക എന്നുള്ളതാണ് അവരുടെ അതാണ് ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവർക്കുള്ള നേട്ടം തന്നെ. അവർക്കുള്ള നേട്ടം ഈ ഒരാളും ഇവിടെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഒരു കുടുംബം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഈ മക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. മകൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ? പറ്റിയല്ല. നമുക്ക് ഏതെങ്കിലും ഒരു വൃദ്ധമന്ദിരത്തിൽ ഇല്ലെങ്കിൽ അനാഥ മന്ദിരത്തിൽ സ്വസ്ഥമായിട്ട്. അപ്പൊ ഇതൊക്കെ മകന്റെ മക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ജീവിക്കാൻ തന്നെ മാർഗമുള്ളത്. ജീവിക്കാൻ എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് കുറെ കാപ്പിക്കുരു, ഒരു 10-20 കിലോ കാപ്പിക്കുരു കിട്ടും. 20 കിലോ. അത് പറിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു പാറ കൊണ്ടുവന്നിട്ടത് അതാവും മുഴുവൻ മാരിക്കൊണ്ട് അത് പിന്നെ ഞാൻ പറിച്ചിട്ടില്ല. കാപ്പിക്കുരു നല്ല വിലയുള്ള സമയമാണല്ലോ. 35 കിലോ കുരു ഉണ്ടായിരുന്നു. ഈ ബക്കറ്റിൽ 5 ബക്കറ്റ് കുരു കൊണ്ടുവന്ന് അവിടെ പാറയിലിട്ടിരുന്ന അത് മുഴുവൻ മാരിക്കൊണ്ട് പോലീസുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്തിനാ ഞാൻ അവിടെ കൊണ്ടിട്ടേന്ന്. ഞാൻ ഇവിടെ എവിടെ ഇട്ടാലോ. അതിൽ പിന്നെ ഞാൻ പറിച്ചിട്ടില്ല. ഇതുപോലെ കഷ്ടപ്പെട്ട് നമ്മൾ പറിച്ചോണ്ട് വരുന്ന മുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ പെൺകുഞ്ഞ്, അവളാണ് എന്നെ നോക്കുന്നത്. പെൻഷൻ കിട്ടുന്നില്ലല്ലോ. പെൻഷന് കഴിഞ്ഞ ജൂൺ മാസം മുതലുള്ള പെൻഷൻ എനിക്ക് തരാതിരുന്നിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തെ കിട്ടി. കഴിഞ്ഞ ദിവസം പോയി 3200 രൂപ എടുത്തു. അതിന്റെ തലേ മാസം പോയി 1700 രൂപ കിട്ടി. അല്ലാതെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള പൈസ തികയുന്നുണ്ടോ? ഒരു മാസം ഞാൻ ഇത്രയും വയ്യാത്ത ഞാൻ തട്ടിയാണ് ഞാനൊരു ആശുപത്രി പോകുന്നതല്ലേ. എനിക്ക് നടക്കത്തില്ല. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് നടക്കാൻ കഴിഞ്ഞിട്ട് തിരിച്ചു കയറി പോകുന്നതാണ്. പിന്നെ ഞാനോട് അന്നേരം സാറിനെ വിളിച്ചിട്ടങ്ങ് എടുക്കുന്നില്ല. പിന്നെ സാറിങ്ങോട്ട് വിളിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇത് ഈ 24 TV-ക്ക് ഇരുന്നാതി 24 TV-ക്ക് വേണ്ടി പവൻ വൈസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ചെറിയ കിറ്റാണ് ഇത്. ഞാൻ 24 TV-ക്ക് വേണ്ടി 24 കണക്കിന് വേണ്ടി അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. എനിക്ക് ആളുകളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ പ്രായമാകും. ഇല്ല ഇതുപോലുള്ള അവസ്ഥകൾ പലരും തരണം ചെയ്യേണ്ടി വരും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ ഇല്ല സംഘടനയ്ക്ക് വേണ്ടിയോ സംഘടനകൾക്ക് വേണ്ടിയോ നമ്മൾ ഏതെങ്കിലും നിലപാടെടുത്താൽ അതിൻ്റെ പേരിൽ അയൽവാസികളെ ഇല്ല ബാക്കിയുള്ള ആൾക്കാരെ ദ്രോഹിക്കുമ്പോൾ, ഇപ്പോൾ ഇവരുടെ എതിർവശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരുടെ ന്യായമുണ്ട്. അവരെ എതിർത്ത് നിന്നതുകൊണ്ടാണ് ഇവരെ ആക്രമിക്കുന്നത്, ഇല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവർ പ്രവർത്തിച്ച ഒരു സംഘടനയുണ്ട്, ഇല്ല ഇവരെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സംഘടനയുണ്ട്. അവർ പോലും ഇവരെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുമ്പം ഇവർ ഈ അമ്മ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് നമുക്ക് തോന്നുന്ന വർഷം നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. കാരണം ഈ വീടൊക്കെ നമുക്ക് മനസ്സിലാവും. അത് രാത്രി ആളുകളിൽ വന്ന് ഇടിച്ചു പൊളിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ, അവർ പല ആളുകളെ ഈ മദ്യപിച്ച അബോധാവസ്ഥരായ രീതിയിൽ അവർ കയറ്റിവിടും. അങ്ങനെയാണ് ഇവരുടെ മകൻ ഇവിടെ നിന്ന് വിട്ടുപോയതെന്ന് പറയുന്നു. ഒരു പുരുഷനെ കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിലേക്ക് അവർ ചില സമയത്ത് കയറ്റി മദ്യപിച്ച് അവിടെ ഇട്ടിട്ട് അത് മകനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന അത്രയും ഹീനമായ നടപടികൾ. ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഏത് തരത്തിലും മനുഷ്യൻ അധപ്പതിപ്പിക്കാവുന്ന രീതിയിൽ ഒക്കെ ആകുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വേണം ഇത്തരക്കാരെ ചേർത്ത് പിടിക്കാൻ. 73 വയസ്സായി ഈ അമ്മച്ചിക്ക്. 41 വർഷമായില്ലേ ഭർത്താവ് മരിച്ചത്. 41 വർഷമായിട്ട് വിധവയായിട്ട് ജീവിക്കുന്ന 2 മക്കളെ വളർത്തി ഈ മലമൂട്ടി കിടന്ന് കഷ്ടപ്പെട്ട് 2.5 രൂപ കൂലിക്കെന്നാണ് പറഞ്ഞത്. 2.5 രൂപ കൂലിക്ക് ജോലി ചെയ്ത് ഇത്രയും വരെ എത്തിച്ച ഇവരെ ദ്രോഹിക്കുന്നവരെ തീർച്ചയായും ഒറ്റപ്പെടുത്തേണ്ടതാണ്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. അതിന് നിയമപാലകർ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി. ഈ കുടിവെള്ളമാണ് വെട്ടിയെന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് എടുക്കാൻ അവകാശമില്ല. നമുക്ക് തന്നില്ല. ഇവിടെ നമ്മുടെ ഈ വാതിൽ കൂടെ 5-8 വർഷം കിടന്നിട്ട് എനിക്ക് വെള്ളം തരാതെ ഇത് വെട്ടിയെടുത്തതാ. അതിന്റെ നമ്മൾ കണക്ഷൻ ചെയ്ത് 1800 രൂപ മുടക്കി ഞാൻ കണക്ഷൻ ചെയ്തിട്ട് ആ കണക്ഷൻ ഈ സുലൈമാനും ഇവന്റെ കുറെ കൂട്ടുകാരും കൂടി ചേർന്ന് വെട്ടി. ഇപ്പൊ എവിടുന്ന ഈ വെള്ളം എടുക്കുന്നേ? ഇപ്പൊ നമുക്ക് വെള്ളമില്ല. ഈ പെര വരുന്ന വെള്ളത്തെ ഒന്ന് പാത്തി വെച്ചിട്ട് വെള്ളം പിടിച്ച് പെരക്കത്ത് വെച്ച് അതാ ഉപയോഗിക്കും. മഴയില്ലെങ്കിൽ വെള്ളമില്ല. മഴയില്ലേ വെള്ളമില്ല. മണ്ണെണ്ണയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയൊരു കഥ പറഞ്ഞല്ലോ, പോയത് CI സുനിൽകുമാർ പാതിരാത്രിക്ക് ഇവിടെ കേസന്വേഷിക്കാൻ വന്നു. ഞാൻ കൊടുത്ത പരാതിക്ക് അന്വേഷിക്കാനല്ല വന്നേ. ഈ റോഡിൽ കൂടെ ഓസിടാനാണ് പറയുന്നത്. ഓസിടാൻ പറഞ്ഞപ്പോൾ എൻ്റെ മര്യാദയ്ക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന് ഞാൻ പറഞ്ഞു, സാറ് എന്താന്ന് വെച്ചാൽ ചെയ്താട്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ കൂടെ വന്ന 10-20 പേരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു പോയിടാന്ന് പറഞ്ഞു. അപ്പം ഇവന്മാർ പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങി. ഞാൻ അവന്മാർ എവിടോട്ടാ പോയെന്നറിയാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ വന്നും വെച്ച് എൻ്റെ തോളെ പിടിച്ച് താഴോട്ടങ്ങ് അമർത്തി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ പേരിൽ അപവാദങ്ങൾ പറഞ്ഞ് നെടുങ്കണ്ടത്ത് ബ്ലോക്കിലെ വില്ലേജിൽ
പിന്നെ താലൂക്ക് ഓഫീസിലെല്ലാം നോട്ടീസ് അയച്ചു ഞാൻ വ്യവഹാരപ്രിയയാണെന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ മണ്ണെണ്ണയും കൊണ്ട് പോയത്. ഒരു കുപ്പി മണ്ണെണ്ണയും കൊണ്ട് ഞാൻ പോയതാ. എന്നിട്ടോ ഇപ്പൊ അവിടെ ചെന്നപ്പം ഇവരെന്നെ സ്റ്റേഷനകത്ത് കയറ്റിയല്ല. സ്റ്റേഷനകത്ത് കയറ്റാതെ ഞാൻ ചോദിച്ചു ഏതവനടാ എന്നെ പറ്റി മര്യാദകേട് പറഞ്ഞു നീ? അല്ല ഈ മണ്ണെണ്ണ പോയ സ്റ്റേഷൻ കത്തിക്കാനാണോ അതോ അല്ല എന്നെ കത്താൻ. സ്വയം കത്താൻ? പിന്നല്ല ഇനി എന്തിനാ ജീവിക്കുന്നത്? മാനമില്ല പിന്നെ എന്തിനാ ജീവിക്കുന്നത് സാറേ? അവന് ഒരു പെണ്ണല്ലേ, നിങ്ങൾ ആണുങ്ങളാകുമ്പോൾ തട്ടിപ്പെട്ട് നിങ്ങളങ്ങ് പോകും. അപ്പൊ ഈ മണ്ണെണ്ണയെ കൊണ്ട് പോയിട്ട് അതിന്റെ പേരിൽ അവര് പിന്നെ കേസൊന്നും എടുക്കുവോ? ആരോണോ ഉന്നയിക്കൊന്നും ചെയ്തു? അവര് കണ്ടില്ല. മണ്ണെണ്ണ കുടി എന്റെ ബാഗിലായിരുന്നു. നമ്മുടെ ഉള്ളിലെ വേദന കൊണ്ട് പോയതാ. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലിയൊക്കെ കിട്ടുന്നുണ്ടോ? തൊഴിലുറപ്പ് എനിക്ക് തരികയില്ല. തൊഴിലുറപ്പ് തരാത്ത കാരണം മസ്റ്റോള് നോക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. മസ്റ്റോള് നോക്കിയാൽ അവർക്ക് പണിയില്ല. പഞ്ചായത്ത് അവരുടെ ആൾക്കാർക്ക് മാത്രമാണ് പണി കൊടുക്കുന്നത്. ഇപ്പൊ ഈയിടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ ഒരു സ്ത്രീ ഇവിടെ ചുമ്മാതെ ഒന്നും പണിയില്ല, നിവൃത്തിയില്ല. അതിനോട് ഞാൻ പറഞ്ഞു ഇന്ന ദിവസം അവിടെ പിന്നെ മേറ്റ് ക്ലാസ് ഉണ്ട്, നീ പോകാൻ പറഞ്ഞു. അവരെ പറഞ്ഞു വിട്ടു. മേറ്റ് ക്ലാസ്സിൽ പോയി ഇടവിട്ട് വെച്ച് ആ സ്ത്രീ പോയി എൻ്റെ പേര് വെക്കാതെ മറ്റോളിനെ പരിശോധിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു എന്താ സ്വാമി ഇങ്ങനെ മറ്റോള് കിട്ടാത്തേന്ന് ചോദിച്ചെന്ന് പറയാ. അത് അന്നേരം ഇവര് തീരുമാനിച്ചു ഇവർക്ക് കൊടുക്കണ്ടെന്ന്. അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് അവർ തീരുമാനിച്ചെന്ന് പറഞ്ഞു. മെമ്പറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു സുജിമോള ഇന്നതുപോലെ ആ സ്ത്രീ 2 സ്ഥലത്ത് ബ്ലോക്കിലും പഞ്ചായത്തിലും ഇരുന്നിട്ടുള്ളതാണ്. അവർക്ക് ഈ മറ്റോളിനെ പറ്റി അറിയാമെന്ന്, അതുകൊണ്ട് അവർക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറ്റോള് കൊടുത്തു കൊണ്ടുവന്നപ്പോൾ 2 ഏക്കർ സ്ഥലത്തിന്റെ കരമടിച്ച് രസീത് ഈ സ്ത്രീ വെക്കുക. ഈ സ്ത്രീയുടെ പറമ്പ് അതിൽ 1 ഏക്കർ മിച്ചം സ്ഥലം പാട്ടമാണ്, പാട്ടം കൊടുത്തേക്കുക. പിന്നെ തരിശുഭൂമിയല്ല, തരിശുഭൂമിയാണ് കൃഷിയോഗ്യമാക്കലെന്നാണ് മസ്റ്റോളിന്റെ പേര്. 1118 പണിയാണ് പറഞ്ഞേക്കുന്നത്. അതിലൊരു 100-200 പണി ചെയ്തപ്പം പറമ്പിലെ പണി മൊത്തം തീർന്നു. അതിലേറ്റവും നന്നായിട്ട് പണിയുന്നത് ഞാനാണ്. ഈ കയ്യാലെ പണിയുന്നത് ആരാ? ഞാനാണ്. 2 അടി വീതി കിളച്ച് മണ്ണ് കോരാൻ ഈ ആണുങ്ങളെ ഉണ്ട്. ഇതെന്റെ അതിനകത്ത് ഫോട്ടോ ഉണ്ട്. ഞാൻ എന്റെ കാല് 2ഉം ഈ തുണി വാരി ചുറ്റിക്കൊണ്ടാണ് ഞാൻ പണിയാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇങ്ങനല്ല പണിയണ്ട, ഇങ്ങനെ. നമുക്ക് ആവശ്യമായ ഒരു പെൻഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും ധന സമാധാന മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ കാലം വാരി ചുറ്റിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? വേറെ ഉണ്ട്. എനിക്ക് ശ്വാസകോശം ചുരുങ്ങുന്ന രോഗമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഈ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് സ്നേഹമന്ദിരം എന്ന് പറയുന്ന ഒരു എല്ലാത്തരം ആളുകളും താമസിക്കുന്ന ഒരു ബ്രദർ VC രാജു എന്ന് പറയുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ല താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാത്തരം ആളുകളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആരാധനകൾ അവിടെ ആരാധിക്കാം. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഇല്ലെങ്കിൽ അതല്ല നമ്മൾ ആദ്യം പറഞ്ഞ ദിവസം വെക്കണം. ഒരു ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന പ്രസ്ഥാനത്തിലേക്കാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ VC രാജുവിന്റെ സ്നേഹമന്ദിരത്തിലേക്കാണെങ്കിൽ എപ്പോൾ വേണേലും നമുക്ക് അവിടെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഇത് 24 കണക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ആലോചിക്കാം. മകനുമായിട്ടൊന്നും യോജിച്ചു പോകാനുള്ള ഒരു സാധ്യത ഒന്നും ഇല്ല. എല്ലാം ശരിയാവും. സാറിന് ഇഷ്ടപ്പെടുവോ? സാറിന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി സാറ് നിൽക്കുവോ? അല്ല അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നമ്മൾ വളർത്തിയ പിള്ളേരല്ലേ. കഴിവില്ല സാറേ, എനിക്കതിന് കഴിവില്ല. ഞാൻ എന്തവനോട് പറയും? അല്ല നിന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയാനോ വിശ്വസിക്കണമെന്നുണ്ടോ? അല്ല ഇനിയിപ്പോ ഇത്രയും പ്രായമായില്ല നമുക്ക്. ഇനിയിപ്പം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും അവനും മക്കൾ വളർന്നു വരുന്നുണ്ടല്ലോ. അവന് 2 ആൺമക്കളാ. അല്ല എന്തായാലും ഞാൻ ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ അവിടെ എല്ലാം പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ വരെ എനിക്ക് തന്നു. ഇനി നാളത്തേത് അവിടുത്തെ ഏൽപ്പിക്കുക. ഇനിയും തരട്ടെ എന്ന് ആശംസിക്കാം. ഈ കണ്ണീര് നമ്മൾ ആരും കാണാതെ പോകരുതെന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി എല്ലാവരോടുമായിട്ട് എന്നെ തന്നെയും ഓർപ്പിക്കാനുള്ളത്. മടുത്തു, മടുത്തു. ഞാൻ അമ്പലത്തിൽ പോയാല് ഞാൻ വായിക്കാനും ഒക്കെ പോകുന്ന ആളാണ്. പിന്നെ കണ്ണുനീരൊഴിഞ്ഞ കാലമില്ല എനിക്ക്. ഞാൻ ചെന്ന് തൊഴുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പോകുന്ന ഞാൻ ഇത്രയും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ അപവാദം എല്ലാം കേൾക്കുന്നത്? ഭഗവാനെ എല്ലാം ശരിയാവും. അതെ എനിക്ക് പറയാനുള്ളൂ.